മത്സര പരീക്ഷാ പരിശീലനം ഇനി സാധാരണക്കാർ കൂടി പ്രാപ്യമാവുകയാണ്. PKS തൃശൂർ ജില്ലാ കമ്മിറ്റി ആരംഭിക്കുന്ന സിവിൽ സർവീസ് അക്കാദമി കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. മത്സര പരീക്ഷാ പരിശീലനം വലിയൊരു കച്ചവടമായി മാറിയ കാലത്ത് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ ആശ്വാസമാകുന്ന ഒരു ഉദ്യമത്തിനാണ് PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കമായിരിക്കുന്നത്. PKS സിവിൽ സർവീസ് അക്കാദമിയിൽ സൗജന്യമായാണ് മത്സര പരീക്ഷാ പരിശീലനം. സിവിൽ സർവീസ് പരീക്ഷാ ഫൗണ്ടേഷൻ ക്ലാസുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാം എന്നാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നതെങ്കിലും കോളേജ് വിദ്യാർത്ഥികൾ കൂടി അപേക്ഷകരായി എത്തിയതോടെ അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ക്ലാസുകൾ ആരംഭിക്കുക. PKS സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം മുൻ മന്ത്രിയും ആലത്തൂർ MPയുമായ കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. അറിവ്, സമ്പത്ത്, അധികാരം എന്നിവ ഒരു വിഭാഗത്തിന് മാത്രം മതിയെന്നൊരു സങ്കല്പമായിരുന്നു മുമ്പുണ്ടായിരുന്നതെന്നും അക്ഷരത്തിൻ്റെയും അറിവിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിയാണ് അയ്യൻകാളി തിരുവിതാംകൂറിൽ വലിയ പ്രക്ഷോഭം നടത്തിയതെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. അറിവ്, സമ്പത്ത്, അധികാരം എന്നൊക്കെ പറയുന്നത് അത് സമൂഹത്തിൻ്റെ ഒരു പിടി ആളുകൾക്ക് മാത്രം വിധിക്കപ്പെട്ടതാണ്. അതിൽ നാം എടുത്തു പറയുന്ന ഒരു മഹാനായ നേതാവ് അയ്യൻകാളിയാണ്. അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉജ്ജ്വലമായ സമരമുണ്ട്. അതെല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അറിവിന് വേണ്ടിയുള്ള സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തങ്ങളുടെ മക്കൾക്കും പഠിക്കാനുള്ള അവസരമുണ്ടാകണം. ആ അവസരത്തിന് വേണ്ടിയാണ് കേരളത്തിൽ അങ്ങോളം അല്ലെങ്കിൽ കേരളത്തിലല്ല തിരുവിതാംകൂറിൽ വലിയ സമരമുണ്ടാക്കുന്നത്. ആ സമരത്തിൻ്റെ ഒടുവിലാണ് നമ്മുടെ സമൂഹത്തിലെ അക്ഷരം നിഷേധിക്കപ്പെട്ട ആളുകൾ കൂടി പഠിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പരീക്ഷാ പരിശീലനം സാധാരണക്കാർക്ക് കൂടി എത്തിപ്പിടിക്കുന്നതാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സിവിൽ സർവീസ് അക്കാദമി ആരംഭിക്കുന്നതെന്ന് PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് പറഞ്ഞു. ഇവിടെ നമ്മുടെ നാട് നീളെ പല സിവിൽ സർവീസ് അക്കാദമികൾ പൊന്തി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം പണമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കുറേ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്കൊന്നും വേണ്ടത്ര പരിശീലനം കിട്ടാതെ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, ബോധ്യപ്പെട്ടതുകൊണ്ടാണ് PKSൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഈ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ഒരു പരിശീലനം തുടങ്ങണമെന്ന് തീരുമാനിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിവിൽ സർവീസ് അക്കാദമി തന്നെ ആരംഭിക്കാൻ തീരുമാനമെടുത്തതും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും. ഈ മാസം 27-ന് ക്ലാസുകൾ ആരംഭിക്കും. ഒന്നിടവിട്ട ഞായറാഴ്ചകളിലാണ് ക്ലാസ് നടക്കുക. കൈരളി ന്യൂസ്, തൃശൂർ.